നമ്മുടെ പൈസയല്ലേ നമ്മൾ ബാങ്കിന് കൊടുത്തേക്കുന്നത്, അല്ലാതെ അവർ നമുക്ക് ഒരു ഔദാര്യത്തിൽ തന്ന പൈസയൊന്നും അല്ലല്ലോ. നമ്മൾ അവനെ ഏൽപ്പിച്ചേക്കുന്ന ഒരു പൈസയാണ്, അവനവൻ്റെ കസ്റ്റോഡിയനാണ്. അതിന് അവനൊരു ഉത്തരവാദിത്വം വേണം. മാത്രമല്ല അവൻ ആ പൈസ നാട്ടുകാർക്കൊക്കെ ലോൺ കൊടുത്ത് പലിശ വാങ്ങിക്കുന്നുണ്ട്, നമ്മുടെ പൈസ, അതിന് സ്പെഷ്യൽ ഉത്തരവാദിത്വം വേണ്ടേ? നിങ്ങൾക്കറിയാമോ നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റ് എന്നല്ലേ പറയുന്നത്, അത് ഡെപ്പോസിറ്റ് അല്ലെന്ന് നിങ്ങൾക്കറിയാമോ? സത്യത്തിൽ എത്ര പേർക്കറിയാം ഡെപ്പോസിറ്റ് അല്ല എന്നുള്ളത് ബാങ്കിൽ? നിങ്ങൾ എന്നാ പഠിച്ചേ? വെറുതെ അല്ല, പുള്ളി കണക്ക് അക്കൗണ്ടിങ് പഠിച്ചയാളാ, അത് പുള്ളിക്കറിയാം. നമ്മുടെയൊക്കെ വിചാരം നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്ന പൈസ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തവിടെ വെച്ചിട്ടുണ്ട്, ചോദിക്കുമ്പോൾ എടുത്ത് തരുമെന്നല്ലേ. സത്യത്തിൽ നമ്മുടെ ലീഗൽ ടേംസിൽ പറഞ്ഞാൽ നമ്മൾ ബാങ്കിന് പണം കടം കൊടുക്കുവാണ്, അല്ല ഡെപ്പോസിറ്റ് കൊടുത്തേക്കുമല്ല. പണം കടം കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, എന്നാണെന്നറിയോ? ഒരു ഗുണമുണ്ട്, പലിശ കിട്ടും. പക്ഷെ ഒരു പ്രശ്നവും കൂടെ ഉണ്ട്. ആ പൈസ നഷ്ടപ്പെട്ടു പോയാൽ അത് മുഴുവൻ തിരിച്ചു തരാൻ ബാങ്കിന് ഉത്തരവാദിത്തമില്ല. നിങ്ങളൊരു 1 കോടി രൂപ ബാങ്കിന് കൊടുത്തു, ഒരു 5-6 ലക്ഷം രൂപ എല്ലാ വർഷവും പലിശ കിട്ടും. ബാങ്ക് അത് ഏതെങ്കിലുമൊക്കെ വിജയ മല്ലികയോ നിരവ് മോഡിക്കോ ഒക്കെ കൊടുത്ത് അവന്മാർ അതും കൊണ്ട് നാട് വിട്ടാൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ എത്രയാണ് തരേണ്ട ബാങ്ക്? 5 ലക്ഷം രൂപ വരെ തരാനേ ബാങ്കിന് ബാധ്യതയുള്ളൂ. ഇങ്ങനെ ഉള്ള പൈസയുടെ കാര്യത്തിലാണ് ബാങ്ക് നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോൾ പറയുന്നത് തൽക്കാലം ലോക്കാക്കി വെച്ചേക്കുവാണ്, ഞങ്ങൾക്ക് സംശയമുണ്ട്, ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്.